ഈ സെഷനിൽ ഓവർലോക്ക് മെഷീനിൽ ത്രെഡിംഗ്, റണ്ണിംഗ്, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തുടങ്ങിയവ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പഠിക്കും. ഈ സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഓവർലോക്ക് മെഷീൻ ത്രെഡിങ്ങിനെ പറ്റി അറിയാനും സ്റ്റിച്ചിൻ്റെ നീളം, പ്രഷർ ഫുഡ് പ്രഷർ, ലിഫ്റ്റർ എന്നിവ ക്രമീകരിക്കാനും ഡിഫറൻഷ്യൽ ഫീഡ് മെക്കാനിസം മാറ്റാനും കഴിയും. വ്യത്യസ്ത മോഡലുകളിൽ ഓവർലോക്ക് മെഷീനുകൾ ലഭ്യമാണ്. എന്നാൽ അടിസ്ഥാനപരമായി എല്ലാം സമാനമാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന യന്ത്രം 2 നൈഫുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 3 ത്രെഡ് ഓവർലോക്ക് മെഷീനാണ്. മുകളിൽ കാണുന്ന ചലിക്കുന്ന മുകളിലത്തെ കത്തിയും താഴത്തൊരു ഫിക്സഡ് കത്തിയും വൃത്തിയുള്ള ഫിനിഷ് നൽകുന്നതിന് തേഞ്ഞു തീർന്ന തുണിയുടെ അരികുകൾ മുറിച്ചു മാറ്റിയിരിക്കുന്നു. മറ്റ് സ്യൂയിങ് മെഷീനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓവർലോക്ക് മെഷീന്റെ ത്രെഡിംഗ് കുറച്ചുകൂടി സങ്കീർണമാണ്. ഗ്രാഫിക്സിൽ കാണിച്ചിരിക്കുന്നതിന് 3 വ്യത്യസ്ത ത്രെഡുകളുണ്ട്: നീഡിൽ ത്രെഡ്, ഓവർലൂപ്പ് ത്രെഡ്, അണ്ടർലൂപ്പ് ത്രെഡ്. ഈ 3 ത്രെഡുകളെയും സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഇനി കാണിച്ചിരിക്കുന്ന പോലെ പിന്തുടരാവുന്നതാണ്. ഓരോ ഉപയോഗത്തിന് ശേഷം പൊടിയും നാരും മറ്റും നീക്കം ചെയ്യണം. ഉപയോഗത്തിലില്ലാത്തപ്പോൾ മെഷീൻ മൂടി വെക്കണം. ആവശ്യത്തിനനുസരിച്ച് മെഷീന് ഓയിലിങ്ങും ഗ്രീസിങ്ങും നടത്തണം. ഇവിടെ നിങ്ങൾക്ക് ഒരു ടാസ്ക് ഉണ്ട്. ഓവർലോക്ക് മെഷീനും ത്രെഡും പോലുള്ള ആവശ്യമായ ഇനങ്ങൾ നിങ്ങളുടെ പക്കലുണ്ടെന്ന് ഉറപ്പാക്കുക. ഓവർലോക്ക് മെഷീൻ ത്രെഡ് ചെയ്യുക എന്നതാണ് മുഖ്യ ടാസ്ക്. ഓവർലോക്ക് മെഷീൻ ത്രെഡ് ചെയ്യുക. ആദ്യ സൂചിയിലേക്ക് തിരികിയ സ്പൂൾ സ്റ്റാൻഡിൽ നിന്നാണ് ഫസ്റ്റ് ത്രെഡ് വരുന്നത്. രണ്ടാമത്തെ സൂചിക്ക് രണ്ടാമത്തെ ത്രെഡ്. സ്പൂൾ ഡ്രോണിൽ നിന്നുള്ള മൂന്നാമത്തെ ത്രെഡ് പിൻവശത്തെ ലൂപ്പറിലേക്ക്. ലോവർ അസംബിൾ ലൂപ്പറുകൾക്ക് 4ാമത്തെയും 5ാമത്തെയും ത്രെഡ്. ഇവിടെ മറ്റൊരു ടാസ്ക് കൂടി ചെയ്യാനുണ്ട്. ഈ ചുമതല നിർവഹിക്കുന്നതിന് നിങ്ങൾക്ക് ഓവർലോക്ക് മെഷീൻ, കത്രിക, സ്ക്രൂ ഡ്രൈവർ, ട്രിമ്മർ, ത്രെഡ്, ഫാബ്രിക് എന്നിവ ആവശ്യമാണ്. തുന്നലിന്റെ നീളം ക്രമീകരിക്കുക എന്നതാണ് അടുത്ത ടാസ്ക്. ഹാൻഡ് വീൽ പതുക്കെ തിരിക്കുക. അമർത്തി പിടിക്കുന്ന പുഷ് ബട്ടണിൽ ഒരു പോയിന്റ് കണ്ടെത്തുന്നത് വരെ ഇത് തുടരുക. മുകളിലെ അവസ്ഥ അതുപോലെ നിലനിർത്തുക. ബെൽറ്റ് കവറിലെ വൈറ്റ് മാർക്ക് ഉപയോഗിച്ച് ഹാൻഡ് വീലിൽ ആവശ്യമുള്ള സ്കെയിൽ അടയാളപ്പെടുത്തുക. ഡയൽ സജ്ജീകരിച്ചതിന് ശേഷം പുഷ് ബട്ടൺ റീസെറ്റ് ചെയ്യുക. പ്രഷർ ഫുഡ് പ്രഷറും ലിഫ്റ്ററും. ഘടികാര ദിശയിൽ തിരിയുന്ന സ്ക്രൂ ക്രമീകരിക്കുക. സ്ക്രൂ ആന്റി ക്ലോക്ക് വൈസിൽ വരുമ്പോൾ മർദ്ദം വർദ്ധിക്കുന്നു. സൈഡ് വേസിൽ പ്രഷർ ലിഫ്റ്റിംഗ് ലിവർ താഴെ കൊണ്ടുവരിക. കാണിച്ചിരിക്കുന്നത് പോലെ പ്രഷർ ഫുട്ട് അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് തിരികെ വരുമ്പോഴെല്ലാം പ്രഷർ ലിഫ്റ്റിംഗ് ലിവറും ഉയർത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഓവർലോക്ക് മെഷീനിൽ 2 ഫീഡ് ഡോഗ് ഉണ്ട്. മെയിൻ ഫീഡ് ഡോഗ്, ഡിഫറൻഷ്യൽ ഫീഡ് ഡോഗ് എന്നിവയാണ് ഇവ. ഇവ രണ്ടിന്റെയും ലെവലുകൾ പരസ്പരം തുല്യമായിരിക്കണം. കൂടാതെ ഉയരം അതാത് ബോൾട്ടുകൾ ഉപയോഗിച്ച് സ്വതന്ത്രമായി ക്രമീകരിക്കാം. ഫീഡ് ഡോഗിന്റെ ഉയരം മെറ്റീരിയലിന്റെ കനമനുസരിച്ച് ക്രമീകരിക്കണം. നേർത്ത വസ്തുക്കൾക്ക് 1 മില്ലിമീറ്റർ, ഇടത്തരം കട്ടിയുള്ളതിന് 1.3 മില്ലിമീറ്റർ, കട്ടിയുള്ള മെറ്റീരിയലിന് 1.5 മില്ലിമീറ്റർ എന്നിങ്ങനെ. നീഡിൽ പ്ലേറ്റിന്റെ മുകൾ ഭാഗത്തും ഉയർത്തി ക്രമീകരിക്കണം. അവസാന ടാസ്ക് ഇതാ. ഈ ടാസ്ക് തീർക്കുന്നതിന് നിങ്ങൾക്ക് ഓവർലോക്ക് മെഷീൻ, കത്രിക, സ്ക്രൂ ഡ്രൈവർ, ട്രിമ്മർ, ത്രെഡ്, ഫാബ്രിക് എന്നിവ ആവശ്യമാണ്. ഡിഫറൻഷ്യൽ ഫീഡ് മെക്കാനിസം മാറ്റുക എന്നതാണ് ടാസ്ക്. ഡിഫറൻഷ്യൽ ഫീഡ് ലോക്ക് നട്ട് അഴിക്കുക. വലിച്ചു നീട്ടുന്നതിനായി ലിവർ മുകളിലേക്ക് നീക്കുക. ഗ്യാദർ സ്റ്റിച്ചിൽ നിന്ന് താഴേക്ക് നീക്കുക. സ്ട്രെച്ചിങ് സ്റ്റിച്ചിന് പൊസിഷൻ S 1:0.7 എന്ന ഡിഫറൻഷ്യൽ ഫീഡ് റേഷ്യോ തരുമ്പോൾ 1:1 എന്നത് നോർമൽ സ്റ്റിച്ചാണ്. 1:2 എന്ന ഡിഫറൻഷ്യൽ ഫീഡ് അനുപാതത്തിൽ ഗ്യാദറിംഗ് സ്റ്റിച്ചിങ് ക്രമീകരിക്കാം. ഈ സെഷനിൽ ഓവർലോക്ക് മെഷീനിൽ ത്രെഡിംഗ്, റണ്ണിംഗ്, ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ തുടങ്ങിയവ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഓവർലോക്ക് മെഷീൻ ത്രെഡിംഗ് അറിയാനും സ്റ്റിച്ചിന്റെ നീളം, പ്രഷർ ഫുഡ് പ്രഷർ, ലിഫ്റ്റർ എന്നിവ ക്രമീകരിക്കാനും ഡിഫറൻഷ്യൽ ഫീഡ് മെക്കാനിസം മാറ്റാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.